പിതാവിനും പുത്രനും പരിശുദ്ധനുമായിരിക്കും സ്തുതി. നമ്മുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം. മാർട്ടിൻ ലൂതർ കിങ് നോബൽ സമ്മാനത്തിന് നോമിനേറ്റ് ചെയ്ത വിശ്വപ്രസിദ്ധ ബുദ്ധ സന്യാസിയാണ് തിച്ച് നാറ്റ് ഹാൻസ്. സമാധാനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ കാഴ്ച നഷ്ടപ്പെട്ട ഒരു ഡോക്ടറെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. കണ്ണിന് നേരിട്ട ഒരു ചെറിയ അസുഖത്തിന് മരുന്ന് മാറി ഉപയോഗിച്ചതുമൂലം അദ്ദേഹത്തിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുകയായിരുന്നു. അന്ധനായ ആ ഡോക്ടർ അഭിപ്രായപ്പെടുകയായിരുന്നു, എൻ്റെ കണ്ണുകൾക്ക് കാഴ്ച തിരികെ ലഭിക്കുകയാണെങ്കിൽ ഞാൻ പറുദീസായിലായിരിക്കുമെന്ന്. പ്രിയമുള്ളവരെ, കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിന് പറുദീസായുടെ മനോഹാരിത മനസ്സിലാകുന്നത്. ഇന്ന് നമുക്ക് കാഴ്ചയുണ്ട്, അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടും കാണുന്നതായ പ്രകൃതി രമണീയതകൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആസ്വദിക്കുവാൻ സാധിക്കാറില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അന്ധനായി തീർന്ന ആ ഡോക്ടർക്ക് കാഴ്ച നഷ്ടപ്പെട്ടപ്പോഴാണ് പറുദീസായുടെ അനുഭവം ബോധ്യപ്പെടുന്നത്. ഇന്ന് നാം കാണുന്നതായ ഉദയസൂര്യൻ, അസ്തമന സൂര്യൻ, മനോഹരമായ കാർമേഘങ്ങൾ, നീലാകാശത്തിൻ്റെ ആ രമണീയത എന്തിനു പറയുന്നു? നിഷ്കളങ്കതയോടെ പുഞ്ചിരി തൂകുന്ന ഒരു കുഞ്ഞിൻ്റെ ആ മന്ദഹാസം പോലും നമുക്ക് ഒരു പറുദീസ അനുഭവമായിട്ട് തോന്നാറില്ല. എന്നാൽ കാഴ്ച നഷ്ടപ്പെടുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ വില നമുക്ക് മനസ്സിലാകുന്നത് എന്ന് ഈ ബുദ്ധസന്യാസിയായ ഹാൻസ് വെളിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്, ഒരുപക്ഷെ നമുക്കത് ബാലിശമായി തോന്നിയേക്കാം, നിസ്സാരമായി നമുക്ക് അനുഭവപ്പെടുന്നതായ പല്ലുവേദന ഇല്ലാതിരുന്ന അവസ്ഥയെക്കുറിച്ച് നമുക്ക് ബോധ്യം തരുന്നതാണ്. പല്ലുവേദന ഇല്ലാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പല്ലുവേദന അനുഭവപ്പെടാതെ ആളുടെ പക്കൽ അപരൻ്റെ പല്ലുവേദനയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിനത് ഗൗരവമായിട്ട് കാണുവാനായിട്ട് സാധിക്കാറില്ല എന്നുള്ളൊരു വാസ്തവമാണ്. എന്നാൽ പല്ലുവേദന അനുഭവപ്പെട്ടതായ ഒരാൾക്ക് മറ്റുള്ളവരുടെ പല്ലുവേദന ഗൗരവമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു വാസ്തവമാണ്. ഞാൻ ഈ ധ്യാനകേന്ദ്രം തുടങ്ങുന്നതായ കാലഘട്ടത്തിൽ എനിക്ക് ലഭിച്ചതായൊരു ബോധ്യമാണത്. ജീവിതത്തിലെ നൊമ്പരങ്ങളുടെ നെരിപ്പോടുകൾ പേറി കിടക്കുന്ന ആളുകളുടെ അടുക്കൽ ഞാൻ അനുഭവിച്ച നൊമ്പരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ
അവർക്ക് ലഭിക്കുന്നതായ സ്വാന്തനം ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ ഒരു പ്രൊഫസർ തൻ്റെ ജീവിത പങ്കാളി മരണപ്പെട്ടപ്പോൾ എൻ്റെ അടുക്കൽ വന്ന് ആ അവസ്ഥ ഞാൻ എങ്ങനെയാണ് തരണം ചെയ്തത് എന്ന് ചോദിക്കുവാനായിട്ടിടയായി. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ കൊടുത്തതായ ആ അനുഭവങ്ങൾ, പങ്കുവച്ചതായ അനുഭവങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം ഒരു ധ്യാനം കൂടുവാനായിട്ടിടയായി. 5-10 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹവും രോഗിയായി മരണപ്പെട്ടു. എന്നാൽ ആ ധ്യാനം കൂടിയതിലൂടെ ആ പ്രൊഫസർ ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ ഒരു സജീവ പ്രവർത്തകനായിട്ട് മറ്റുള്ളവർക്ക് ഇതുപോലുള്ളതായ ഉപദേശങ്ങൾ നൽകുവാനായിട്ട് ദൈവം അദ്ദേഹത്തെ നിയോഗിക്കുകയായിരുന്നു. ദൈവം നമുക്ക് നൽകുന്നതായ അനുഗ്രഹങ്ങളെക്കുറിച്ച് വിലയിരുത്തിയാൽ നാം അനുഭവിക്കുന്നതായ പ്രതിസന്ധികൾ എത്രയോ നിസ്സാരമാണ് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. കൂടുതലൊന്നും ചിന്തിക്കണ്ട. നാം ഓരോ നിമിഷവും സ്വീകരിക്കുന്നതായ പ്രാണവായു ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് എത്ര പേര് കണ്ടെത്തുന്നുണ്ട്? അങ്ങനെ വരുമ്പോൾ മറ്റ് പ്രതിസന്ധികൾ ഒന്നുമല്ല എന്ന് കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ശ്രദ്ധയും വേദനകളും എല്ലാം ഈ പ്രതിസന്ധികളിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധ ചെലുത്തുന്നത് മൂലം സംഭവിക്കുന്നതാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ദൈവിക നന്മകൾ നാം സ്വീകരിക്കുന്നുണ്ട്, നാം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതായ ഒരു ബോധ്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് സാധിച്ചാൽ ഈ പ്രതിസന്ധികളെ നിസ്സാരവൽക്കരിക്കുവാനായിട്ട് നമുക്ക് ഇടയാകും. ഞാൻ പരിചയപ്പെടുത്തിയതായ ബുദ്ധസന്യാസി ഹാൻസ് തൻ്റെ ഗുരുവായ ശ്രീബുദ്ധനെ കുറിച്ച് ഒരിക്കൽ തൻ്റെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തുവാനായിട്ടിടയായി. ശ്രീബുദ്ധൻ തൻ്റെ ശിഷ്യന്മാരെ ഒരിക്കൽ അഭിസംബോധന ചെയ്തപ്പോൾ ഒരു മനോഹരമായ പുഷ്പം തൻ്റെ ശിഷ്യന്മാരെ അദ്ദേഹം കാണിക്കുകയായിരുന്നു. ശിഷ്യന്മാരെല്ലാവരും ഇതെന്താണ് എന്നുള്ള ചിന്തയിൽ പകച്ചു നിൽക്കുക. അപ്പോഴാണ് ഒരു ശിഷ്യൻ ഒരു മന്ദഹാസം പോകുന്നതായിട്ട് ശ്രീബുദ്ധൻ ശ്രദ്ധിക്കുന്നത്. തിരിച്ച് ശ്രീബുദ്ധനും അദ്ദേഹത്തിൻ്റെ നേരെ നോക്കി ഒരു പുഞ്ചിരി തൂകി. ഇതിൻ്റെ രഹസ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പുഞ്ചിരിക്കുവാനായിട്ട് തയ്യാറായത്. മറ്റ് ശിഷ്യന്മാരെല്ലാം ഈ മനോഹരമായ പുഷ്പം കണ്ടപ്പോൾ ഇതെന്തിനാണ് അല്ലെങ്കിൽ ഇതെന്താണ് എന്നുള്ള ഭാവത്തോടെ പകച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു ശിഷ്യൻ മാത്രം അതിൻ്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് പുഞ്ചിരി തൂകുന്നത് ശ്രീബുദ്ധനെ ആകർഷിക്കുവാനായിട്ടിടയായി എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതാനുഭവങ്ങളും സമാനമായ അനുഭവങ്ങളിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആരാധനയിൽ തന്നെ പങ്കെടുക്കുമ്പോൾ പലപ്പോഴും ആരാധന പലർക്കും അനുഭവമായി മാറാറില്ല എന്നുള്ളൊരു വാസ്തവമാണ്. ആരാധന അനുഭവമാകാത്തത് കൊണ്ടാണ് ആരാധനയിലേക്ക് ആവേശത്തോടെ കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കാത്തത്. ഒരു
സിനിമ കാണാൻ പോകുന്നതായ വ്യക്തി ആ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ തൻ്റെ ഇരിപ്പിടം ഉറപ്പാക്കുവാനായിട്ട് ഉത്സുകനാകും. എന്നാൽ ആരാധനയിലേക്ക് വരുന്ന ആളുകൾ ഈ ആരാധനയുടെ ആരംഭം മുതൽ പങ്കെടുക്കുവാനായിട്ട് തീഷ്ണത കാണിക്കാറുണ്ടോ? എന്താ കാരണം? ആ ആരാധനയ്ക്ക് അത്രമാത്രം ഗൗരവം അവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ആരാധനയിൽ പൂർണ്ണമായിട്ടും ആ ദൈവസാന്നിധ്യ അനുഭവം ലഭിക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് ആരാധന അനുഭവമായി മാറുക. അല്ല, ഇനി ആരാധനയിൽ പൂർണ്ണമായി പങ്കെടുക്കുന്നവരായിക്കൊള്ളട്ടെ, അവരുടെയും ശ്രദ്ധ പലപ്പോഴും അവരുടെ ജീവിതത്തിലെ നൊമ്പരങ്ങളും അവരെ അനുഭവിക്കുന്നതായ നെരിപ്പോടുകളുമായിരിക്കും. അവരുടെ ജീവിതത്തിലെ കഷ്ടതകളും നൊമ്പരങ്ങളും ഒതുക്കി പിടിച്ചുകൊണ്ട് ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഈ ആരാധനയും അതുപോലെ തന്നെ ഇതെന്താണ് എന്നുള്ളതായ ചിന്ത പുറമേ നമ്മളത് പറഞ്ഞില്ലെങ്കിലും ആ ഒരു അനുഭവമാണ് അവരെ സ്വാധീനിക്കുന്നത്. നമ്മൾ പഴയ നിയമത്തിൽ ഈ മന്ന വർഷിക്കുന്നതായ സംഭവമൊക്കെ പരിചയമുണ്ട്. ഈ മന്ന എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇതെന്ത് എന്നുള്ളതാണ്. വാസ്തവത്തിൽ വിശുദ്ധ കുർബാനയുടെ ഒരു മുൻകുറിയാണല്ലോ ഈ മന്ന എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ത് എന്നുള്ള ഭാവത്തിൽ ആരാധനയിൽ പങ്കെടുക്കുമ്പോഴാണ് ആരാധന നമുക്ക് അനുഭവവേദ്യമാകാതെ വരുന്നത്. മറിച്ച് നമ്മുടെ നൊമ്പരങ്ങളും നമ്മുടെ ഗദ്ഗതങ്ങളും നാം അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ നെരിപ്പോടുകളും ഈ കാസാപീലാസകളിലേക്ക് സമർപ്പിക്കുമ്പോൾ നമുക്കറിയാം, വിശുദ്ധ കുർബാനയിൽ അപ്പവീഞ്ഞുകൾ നമ്മൾ സമർപ്പിക്കുന്നു. തിരിച്ച് നമുക്ക് ലഭിക്കുന്നത് തിരുശരീര രക്തങ്ങളാണ്. വലിയൊരു രൂപാന്തരമാണ് അവിടെ നടക്കുന്നത്. ആരാധനയിലും നമ്മുടെ ഗദ്ഗതങ്ങളും നമ്മുടെ നൊമ്പരങ്ങളും സ്വാന്തനങ്ങളായിട്ട് രൂപാന്തരപ്പെടണം. അങ്ങനെ അനുഭവപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ഇതെന്ത് എന്നുള്ളതായൊരു മനോഭാവവും, അല്ലെങ്കിൽ നമ്മുടെ നൊമ്പരങ്ങള് ഗദ്ഗതങ്ങള് ആരാധനയിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുവാനുള്ള വൈമനസ്യവും ആണ് ശക്തമായ ദൈവാനുഭവത്തിൽ നിന്ന് അനുഭവം നമുക്ക് ലഭിക്കാതെ വരുന്നത്. പ്രിയമുള്ളവരെയും, അതുകൊണ്ട് ഓരോ ആരാധനകളിലും നാം പങ്കെടുക്കുമ്പോൾ അപ്പവീഞ്ഞുകളെ ശരീരരക്തങ്ങളായി രൂപാന്തരം പ്രാപിക്കുന്നത് പോലെ നമ്മുടെ നൊമ്പരങ്ങളും നമ്മുടെ ഗദ്ഗതങ്ങളും സ്വാന്തനങ്ങളായിട്ട് രൂപാന്തരം പ്രാപിക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് ആരാധനയിലേക്കുള്ള ഒരു ആവേശം നമ്മളിൽ വർദ്ധിച്ചു വരിക. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അപ്പവീഞ്ഞുകൾ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കുന്നു. ഈ ധ്യാന കേന്ദ്രത്തിലെ വിശുദ്ധ ആരാധനയിൽ കുർബാന വഴിപാടായിട്ട് ഏറ്റുകഴിക്കുന്നവർ അപ്പവീഞ്ഞുകൾ സമർപ്പിക്കുന്ന ഒരു പൂർവിക പാരമ്പര്യം ഇന്ന് നിർവഹിക്കുന്നുണ്ട്. ആ അപ്പവീഞ്ഞുകൾ സ്വീകരിക്കുന്നതായ സമയത്ത് വൈദികൻ അധ്വാന ഫലങ്ങളെ കാഴ്ചയായി സമർപ്പിക്കുന്നു എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പവീഞ്ഞുകൾ നമ്മുടെ അധ്വാന ഫലങ്ങളാണ്. ഏദൻ പ്രതീസായിൽ ദൈവം മനുഷ്യന് കൊടുത്തതായ ഒരു വാഗ്ദാനമാണ്
നീ അധ്വാനിച്ച് വേല ചെയ്ത് അപ്പം ഭക്ഷിക്കുവാനായിട്ട്. സ്ത്രീകളോട് പറയുന്നുണ്ട്, നീ വേദനയോടെ മക്കളെ പ്രസവിക്കുവാനായിട്ട്. വാസ്തവത്തിൽ ഇത് രണ്ടും ലേബറാണ്. അധ്വാനവും ലേബറാണ്, പ്രസവവും ലേബർ പെയിൻ, ലേബർ റൂം എന്നൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ അധ്വാന ഫലങ്ങളെ ദൈവസന്നിധിയിലേക്ക് കാഴ്ചയായിട്ട് സമർപ്പിക്കണം. അതിൻ്റെ പിന്നിലൊരു ത്യാഗമുണ്ട്. ആ ത്യാഗം എന്ന് പറയുന്നത് നമ്മുടെ അധ്വാനമാണ്. അതുപോലെ തന്നെ ഈ അപ്പവീഞ്ഞുകളും ത്യാഗത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെയാണ് ഈ അവസ്ഥയിലെത്തുന്നത് തന്നെ. അതായത് ഒരു അപ്പം നമ്മുടെ പക്കൽ ലഭിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ടായ അതിൻ്റെ സഹനങ്ങളെക്കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കാറില്ല. പൗലോസ്ലീഹ പറയുന്നത് പോലെ വിത്ത് ചീയുമ്പോഴാണത് മുളയ്ക്കുന്നത് തന്നെ. വിളവ് പാകമായുമ്പോൾ നമ്മളത് അരിഞ്ഞെടുക്കുന്നു. അതിനെ നമ്മൾ തുടർന്ന് നൽകുന്നതായ പ്രോസസ്സുകളെക്കുറിച്ച് നമ്മളാരും ചിന്തിക്കാറില്ല. എന്തിനു പറയുന്നു? അത് അപ്പമായി തീരുന്നത് അത് പൊടിച്ച് കുഴച്ച് അത് തീയിൽ ചുട്ടെടുക്കുമ്പോഴാണ്. അതുപോലെ തന്നെ മുന്തിരിച്ചാറും പിഴിഞ്ഞെടുക്കുന്നതായ ഒരു അവസ്ഥ. പ്രിയമുള്ളവരെ, അപ്പോൾ കർത്താവ് തന്നെ പലപ്പോഴും പറയുന്നുണ്ടല്ലോ, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാകുന്നു എന്ന്. ഇതേ ബാധയാണ് താൻ തൻ്റെ കുരിശിൻ്റെ വഴികളിൽ നിർവഹിച്ചത്. അപ്പമായി മനുഷ്യർക്ക് തന്നെ തന്നെ ഭാഗിച്ച് കൊടുക്കുമ്പോൾ നിത്യമായ രക്ഷയുടെ അനുഭവം നമുക്ക് തുറന്നു കിട്ടുന്നു. ഇഗ്നാത്യോസ് എന്ന പിതാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയപ്പെടുകയായിരുന്നു. സിംഹക്കുഴിയിലേക്ക് തന്നെ എറിയും എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം ആശ്വാസം കണ്ടെത്തിയത് പ്രകാരമായിരുന്നു, ഞാൻ അധികം താമസിയാതെ സിംഹങ്ങളുടെ വായിൽ ചതഞ്ഞ് അരഞ്ഞ് ഒരു കുർബാനയ്ക്കുള്ള അപ്പം എങ്ങനെ രൂപപ്പെടുന്നുവോ അതുപോലെ ഞാനൊരു കുർബാനയായി രൂപപ്പെടുകയാണ് എന്ന്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമ്മുടെ വേദനകളും നൊമ്പരങ്ങളുമൊക്കെ ഒരു കുർബാന അനുഭവമായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കാറുണ്ടോ? എന്താ വിശുദ്ധ കുർബാന? നമ്മുടെ കർത്താവിൻ്റെ കാൽവറി ബലിയുടെ ഒരു അനുസ്മരണമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ആ കാൽവറി ബലി അനുഭവത്തിലൂടെ നിത്യമായ രക്ഷയിലേക്ക് മാനവകുലത്തിന് തമ്പുരാൻ വഴി തുറന്നു കൊടുക്കുകയായിരുന്നു എങ്കിൽ, പ്രിയമുള്ളവരെ, നാം അനുഭവിക്കുന്ന ഈ കുരിശ് അനുഭവങ്ങളും ആ കാൽവറി ബലിയോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ കാൽവറി ബലി അനുഭവത്തിൻ്റെ പങ്കാളികളായി നിത്യരക്ഷയുടെ അവകാശികളായി തീരുന്നതായ ഒരു അനുഭവമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം നേരിടേണ്ടി വരുന്നതായ ദുഃഖദുരിതങ്ങൾ ദൈവം നമുക്ക് തരുന്നതായ അനുഗ്രഹങ്ങളായിട്ട് കണ്ടെത്തണം. ശാശ്വതമായി നമുക്ക് ലഭിക്കേണ്ടി വരുന്നതായ നിത്യരക്ഷയ്ക്ക് വേണ്ടി കർത്താവ് നമ്മെ ഒരുക്കുന്നതായിട്ട് മനസ്സിലാക്കണം. ആ ഒരു ബോധ്യം ഇന്ന് നഷ്ടപ്പെടുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് ഞാൻ പറയും. നമ്മുടെ പ്രതിസന്ധികളിലേക്ക് ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരുന്നാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നിത്യരക്ഷയായിരിക്കും.
ധ്യാനത്തിൽ വരുന്ന പലരും അവരുടെ രോഗത്തിൽ നിന്ന് ഒരു വിടുതൽ, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരം, അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കണമെന്നുള്ളതായ താല്പര്യം, ഇതൊക്കെ ആയിരിക്കും ധ്യാനത്തിലേക്ക് വരാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത്. എന്നിട്ടോ അവരുടെ ആഗ്രഹം എന്താ? ധ്യാനം കഴിയുമ്പോഴേക്കും രോഗം മാറണം. അവരുടെ ശ്രദ്ധ മുഴുവനും ഈ രോഗത്തിലേക്കാണ്. ദേഹത്തൊരു പരുവുണ്ടെന്നിരിക്കട്ടെ, അവരെപ്പോഴും ശ്രദ്ധിക്കുന്നത് ആ ശരീരത്തിലെ ആ പരുവായിരിക്കും. ഞാൻ പറയട്ടെ, ഈ രോഗത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ ദൈവത്തെ കാണാനായിട്ട് നിനക്ക് സാധിക്കുമോ? ജോലി ആഗ്രഹിച്ച് വരുന്നവരുടെ ചിന്ത ധ്യാനം കഴിയുമ്പോഴേക്കും അവർക്ക് വിസ അടിച്ചു എന്ന സന്ദേശം കിട്ടണം. ടെലിഫോൺ ഒക്കെ നമ്മൾ മേടിച്ചു വയ്ക്കുകയാണല്ലോ, മൊബൈൽ ഫോണൊക്കെ നമ്മൾ മേടിച്ചു വയ്ക്കുകയാണല്ലോ. ധ്യാനം കഴിയുമ്പോൾ ആവേശത്തോടെ ചെന്ന് നോക്കുന്നത് വിസ ലഭിച്ചോ എന്നുള്ളതായിരിക്കും. പലരും അങ്ങനെ ഞങ്ങളുടെ അടുത്ത് വന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ അച്ഛാ, ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ ആവേശത്തോടെ ചെന്ന് ടെലിഫോണിൽ നോക്കിയപ്പോൾ വിസ ലഭിച്ചതായ സന്ദേശം കിട്ടിയെന്ന്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ? അതോടെ കിട്ടിയ ദൈവാനുഭവങ്ങൾ നഷ്ടപ്പെടുന്നു. പിന്നെ ആ ദൈവത്തോടുള്ളതായ നമ്മുടെ ആ അടുപ്പത്തിന് പിന്നെ അവിടെ സ്ഥാനമില്ല. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേട്ടമായിട്ട് കാണുന്നത് ഈ ജോലി അല്ലെങ്കിൽ ഈ താൽക്കാലികമായ സൗഭാഗ്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ അടിവരയിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ദൈവം നമുക്ക് നൽകുന്നതായ സ്നേഹസമ്മാനങ്ങളാണെന്ന് കണ്ടെത്തി അതിന് ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മുടെ ആഗ്രഹങ്ങളെ പ്രതിയല്ലേ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നൊമ്പരങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയിട്ടല്ലേ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മറിച്ച് ഇതിൻ്റെ എല്ലാം കലവറയായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, വചനം പറയുന്ന ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയോ അധികമായിട്ട് ലഭിക്കും. അതാഗ്രഹിച്ച് എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്. അതാണ് യഥാർത്ഥമായ ദൈവാനുഭവം എന്ന് പറയുന്നത്. ആ ഒരു അനുഭവം സ്വായത്തമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് തന്നെ. ഈ ഒരു ദൈവാനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവത്തിനാമം മഹത്വപ്പെടുമാറാകട്ടെ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് നീ ഞങ്ങളോട് വ്യക്തമായി ഇടപെട്ടതിൻ്റെ വലിയ കൃപയോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ ഞങ്ങളോട് സംസാരിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ തക്കോണം നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവപ്പെടുന്നതായ നൊമ്പരങ്ങൾ, ഞങ്ങളുടെ വേദനകൾ എല്ലാം കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകുന്നതായ വലിയ അനുഗ്രഹത്തിൻ്റെ നാന്ദിയാണ് എന്ന് മനസ്സിലാക്കുവാൻ തക്കോണം നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകൾക്കായി സ്തോത്രം, അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. മാതാവേ, ശുദ്ധിവാന്മാരെ, ശുദ്ധിവതികളെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപയുടെയും നാമത്തിൽ തന്നെ. ആമേൻ.